ലക്ഷ്മി കാണാൻ പോയൊരു ഇതൊക്കെ ഞാനിപ്പോൾ ഓർക്കാം. അന്ന് ചാലക്കുടിയിൽ അപ്പോൾ റിലീസില്ല. വളരെ സൈലന്റ് ആയിട്ട് വന്ന ഒരു സിനിമ, കൊച്ചു സിനിമ. ആ സിനിമ റിലീസ് ചെയ്ത് തൃശ്ശൂരായിരുന്നു, കൈരളി സിനിമ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങള് ആദ്യത്തെ ഫസ്റ്റത്തെ ദിവസം ചെല്ലുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മാമൻ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ടെമ്പോ ട്രാവൽ, 2-3 ടെമ്പോ ട്രാവൽ ചേനത്തനാട് എന്നുള്ള ചാലക്കുടിയിൽ നിന്ന് ടെമ്പോ ട്രാവലിന് ആദ്യത്തെ ദിവസം ചെല്ലുമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. മണിമോൻ വൈകി വന്ന്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടി സിനിമയ്ക്ക് പോയി. അവിടെ ചെന്നിട്ട് ടിക്കറ്റ് ഉണ്ടാവുന്ന അടിച്ചിട്ട് ചെന്ന് പുള്ളി വിളിച്ച് തലേദിവസം വിളിച്ച് പറഞ്ഞാൽ പിറ്റേ ദിവസം പുള്ളി മറന്നുപോയി. അവിടെ ചെന്നപ്പോൾ ആർക്കും ടിക്കറ്റില്ല. ഈ പറഞ്ഞ 10-40 പേരുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ പറഞ്ഞു, മണിച്ചേട്ടാ ഇന്ന് കാണാൻ പറ്റില്ല, കഴിഞ്ഞ ടിക്കറ്റ് ഇല്ല. ചേട്ടനും വൈഫിനാണെങ്കിൽ 2 ടിക്കറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരാം, കസേര ഇട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മണിമോൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾ പിറ്റേ ദിവസം വന്നോളാം എന്ന് പറയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഇതേമാതിരി തന്നെ രാത്രി പോയി. അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത്ര നാൾ കണ്ട മണിമോനല്ല വാസന്തിയിൽ. ഞാൻ അതിൻ്റെ ലൊക്കേഷനിലൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാമൻ്റെ അടുത്തിരുന്ന് നമ്മൾ കണ്ട പടമാണ്. അത്രയും കാലത്തൊരു മാമനല്ലായിരുന്നു അത്. പറഞ്ഞറിയിക്കാൻ പറ്റുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് പിന്നെ വാൽക്കണ്ണാടിയൊക്കെ ഉണ്ട് നല്ല. അപ്പൊ ഈ പറഞ്ഞ സിനിമകളിൽ ഇപ്പൊ അഭിനയിക്കുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ അഭിനയം ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അത് അറിയാതെ കയറി വരും, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് ഞാൻ ഈ കോമർ എന്നൊരു ഷോർട്ട് ഫിലിമില് എന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്നൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. തല കിഴക്കാൻ പാടി കെട്ടിയിട്ടിട്ട് അടിക്കുന്ന സീനുണ്ട്. ആ സീനൊക്കെ ഞാനിങ്ങനെ അടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. സാറേ ഞാനൊന്നും ചെയ്തല്ല സാറേ എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞത്, മാമൻ്റെ വോയിസ് എവിടെ കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അടിക്കില്ല സാറേ ഞാനൊന്നും ചെയ്തല്ല സാറേ എന്നോട് കരഞ്ഞിട്ട് പറയുന്നൊരു സീനായിരുന്നു. അതിൽ കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.